നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ UP സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. ഒരുപാട് പേർക്ക് പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്തിരിക്കാം. ആൻസർ കീയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിന്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ഉഴുത വയലാണ്. ഉഴുത വയൽ. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതുമൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏത്? കുറിച്യർ കലാപമാണ്. കുറിച്യർ കലാപം. മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? സിഗുറാത്തുകൾ. സിഗുറാത്തുകൾ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘം. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് തെറ്റ്. ബാക്കിയൊക്കെ ശരി. ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പു നിയമം ലംഘിച്ചത്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ഉപ്പു നിയമം ലംഘിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? ബനാറസ് ഹിന്ദു സർവകലാശാല. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? ദിവാൻ സർ CP രാമസ്വാമി അയ്യർക്കെതിരെയാണ് പുന്നപ്ര വയലാർ. അദ്ദേഹത്തിന്റെ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്ത്? പുഷ്പക്. പുഷ്പകാണ്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ സംഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത്? അഗ്നി 5. അഗ്നി 5 ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? മൂന്നാമത്തത് കൃഷ്ണയാണ്. കൃഷ്ണ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിന്റെ ഭാഗമല്ലാത്തത്? കൊങ്കൺ സമതലമാണ്. കൊങ്കൺ സമതലം. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ, അതാണ് ഉൾപ്പെടാത്തത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതി. സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതി. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നതും രാഷ്ട്രപതി. സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത്? ഔപചാരിക ബന്ധം. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ്? വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക് എന്നിവയാണ്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത്? ദേശീയ ഹരിത ട്രൈബ്യൂണലാണ് 100 കോടി രൂപ പിഴ ചുമത്തിയത്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്കല, ഒഡീഷ.
പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്ത്? ദൂരമാണ്, ദൂരം. തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? രണ്ട് ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്. ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് വിസ്കോസിറ്റി. ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവേഗം 18 km/മണിക്കൂറിൽ നിന്ന് 36 km/മണിക്കൂർ ആക്കുന്നു. അങ്ങനെയെങ്കിൽ മീറ്റർ/സെക്കൻഡ് സ്ക്വയറിൽ അതിന്റെ ത്വരണം എത്ര? 1. വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോവാട്ട് അവർ ആണ്? 1 കിലോവാട്ട് അവർ ആണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. രണ്ട് പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും? F/4. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ഖരത്തിലൂടെയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ SI യൂണിറ്റ് എന്ത്? യൂണിറ്റ് ഇല്ല. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജം സ്ഥിരമായി നിലകൊള്ളും. C614 ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട്? പ്രോട്ടോണിന്റെ എണ്ണം അറ്റോമിക നമ്പറിന്റെ അതേ തുല്യമാണ്, അതായത് 6 തന്നെ. ന്യൂട്രോണിന്റെ എണ്ണം മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ മതി. ഉത്തരം 8ഉം 6ഉം. താഴെ പറയുന്നതിൽ ഏതാണ് സംക്രമലോഹം അല്ലാത്തത്? സംക്രമലോഹം അല്ലാത്തത് അലുമിനിയം. അന്തരീക്ഷമർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത്? 99.6 ഡിഗ്രി സെൽഷ്യസ്. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏത്? കോപ്പർ ആണ്, കോപ്പർ. ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഏത് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? CH2. മാലക്കൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏത്? മാലക്കൈറ്റ് ഏതിന്റെ അയിരാണ്? കോപ്പർ. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. വൈദ്യചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പുലായനിയാണ്? 0.9%. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത്? അഭികാരകത്തിന്റെ നിറമാണ്, അഭികാരകത്തിന്റെ നിറം. അഭികാരകത്തിന്റെ ഗാഢത, പ്രകാശത്തിന്റെ സാന്നിധ്യം, താപനിലയൊക്കെ ബാധിക്കുന്നുണ്ട്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ DNA പ്രൊഫൈലിംഗ്. മനുഷ്യന്റെ ആദ്യ പാല്, അതായത് കൊളസ്ട്രത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏതാണ്? IgA ആണ്. ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏത്? ഗ്രാനയാണ്. ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ്നോമികളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലാക്റ്റിയലുകൾ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ടെൻഡൻ ആണ്, ടെൻഡൻ. താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസീറ്റുകൾ എന്ന ഫംഗൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് ഏത്? പെനിസീലിയം ആണ്. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? നോവാവാക്സ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26 പ്രാധാന്യം എന്ത്? കണ്ടൽ ദിനമായി ആചരിക്കുന്നു. 2^3 × 5^4 വില എത്ര? 5000. 4/20 + 8/200 + 32/2000 തുല്യമായ ദശാംശ സംഖ്യ ഏത്? 0.256. ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ 10 ദിവസവും രാമു തനിച്ച് ചെയ്താൽ 15 ദിവസവും വേണം. രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം? 6. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാ? 0.25 ആണ്, 0.25. സംഖ്യാരേഖയിലെ 3/5 4/5 ഇടയിൽ വരാത്ത ഭിന്നകം ഏതാണ്? 3/7 ആണ്, 3/7. അടുത്ത ചോദ്യം, രണ്ട് സംഖ്യകളുടെ ഉസാഖ അതായത് HCF 16, അവയുടെ ലസാഗു LCM 192, ഒരു സംഖ്യ 64 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? 48. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്?
ബി ആണ് ഉത്തരം. 0.101 into 0.01. 1 plus 2 plus 3 plus etc. plus 50 is equal to 1275 എങ്കിൽ 3 plus 6 plus 9 plus etc. plus 150. ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഒരു 3 കോമൺ ആയിട്ട് എടുത്താൽ 1 plus 2 plus 3 തന്നെ ഇവിടെ വരും. അപ്പോൾ 3 ഇൻറ്റു ഈ വാല്യൂ ചെയ്താൽ മതി, 1275 ചെയ്താൽ മതി. ഉത്തരം എന്തോ വരും? 3825 എന്ന് വരും. 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കണം? 4000. ഒരു ക്ലോക്കിലെ സമയം 8:30 അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 75 ഡിഗ്രിയാണ്. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ എത്ര? 2 ആണ്. 2 സംഖ്യകളുടെ ശരാശരി 11.5, അവയുടെ വ്യത്യാസം 11.5 ആണെങ്കിൽ വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ എത്രയാണ്? 3. 10.1 the whole cube plus 2.9 the whole cube divided by 10.1 into 10.1 plus 2.9 into 2.9 minus 29.29. ഇതിനെ ലഘൂകരിച്ചാൽ കിട്ടുന്നത് എന്ത്? 13. സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ അതേ തുക 4:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്രയാണ്? 2010 രൂപയാണ്. 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ 15 രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര? 9%. താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? വികാസത്തിന്റെ ഗതിയിൽ വ്യക്തിവ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. സ്വയം കേന്ദ്രീകൃത അവസ്ഥ എന്നത് പിയാഷെ മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? പ്രാഗ്മനോ വ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെന്ററി. എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏവ? 1 ഉം 3 ആണ്. ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അപകർഷതയും. താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏതാണ്? 2ഉം 4ഉം ആണ്. 2ഉം 4ഉം. പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മക ജീവിത ദർശനം എന്നീ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കണം. അത് ഗോർഡൻ വില്യാർഡ് ആൽപോർട്ട്. ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിങ്ങനെ മനസ്സിന് 3 തലങ്ങളുണ്ട്. അത് സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്തത് താഴെ തന്നിരിക്കുന്ന സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് സി ആണ്. യുക്തീകരണം. യുക്തീകരണം. പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിന്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നു. തദാത്മീകരണം. പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. അനുപൂരണം. പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. പശ്ചാത്ഗമനം. പശ്ചാത്ഗമനം. സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചുകുഞ്ഞിനെ പോലെ പെരുമാറുന്നു. അടുത്തത്, ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധന സിദ്ധാന്തം, ക്ലാസിക്കൽ കണ്ടീഷനിങ് അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്താ? ചോദക സാമാന്യവൽക്കരണമാണ്. സ്റ്റിമുലസ് ജനറലൈസേഷൻ. ചേരുംപടി ചേർക്കുക. പ്രശ്ന പേടകത്തിലെ പൂച്ച, ശ്രമപരാജയ പഠന രീതി. ബോബോ പാവ പരീക്ഷണം, നിരീക്ഷണ പഠന സിദ്ധാന്തം. സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഹെയ്ൻസ് ഡിലേമ, സന്മാർഗിക വികാസം. പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലേവ്
എറ്റിൻ വെങ്കർ തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം എന്താ? സിറ്റുവേറ്റഡ് ലേണിംഗ് ആണ്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി എന്താണ്? പ്രതിക്രിയാധ്യാപനമാണ്. ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി എന്ന് ഗാർഡ്നർ സൂചിപ്പിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കുന്നത് ഏവ? ഉത്തരം 2ഉം 3ഉം ആണ്. വ്യക്താന്തര ബുദ്ധിയും ആന്തരിക വൈയക്തിക ബുദ്ധിയുമാണ്. താഴെ പറയുന്നവയിൽ പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏത്? ശരീരത്തിന്റെ ഉയരം. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് എന്ത് എന്ന് അറിയപ്പെടുന്നു? സ്വാംശീകരണം. സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിലാണ് ഉൾപ്പെടുന്നത്? സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. ചേരുംപടി ചേർക്കുക. ഇവിടെ ഇസഡ് വൈഗോട്സ്കി ആണ്. ബ്രിഡ്ജസ് ചാർട്ട്, കാതറിൻ ബ്രിഡ്ജസ്. ക്രിയാഗവേഷണം, സ്റ്റീഫൻ എം കോറി. അഡോളസെന്റ് അഗ്രഷൻ, ആൽബർട്ട് ബന്ദുരെ. അടുത്ത ചോദ്യം, പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ICT പഠനം സാധ്യമാകുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതും ആയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏതാണ്? കോംബ്രിസ്. ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള ധാരണയായതിനാൽ അതീത ചിന്ത എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ്. താഴെ പറയുന്നവയിൽ നിന്ന് അതീത ചിന്തയുടെ ശരിയായ പ്രക്രിയാതലങ്ങൾ കണ്ടെത്തുക. ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ. ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി 2016 നിലവിൽ വന്ന ആക്ട് ഏത്? RPWD ആക്ട്. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതിശാസ്ത്രങ്ങളിൽ പെടാത്തത് ഏതാണ്? പാഠപുസ്തക കേന്ദ്രീകൃത പഠനം. സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു? കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ. അത് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ. പാസേജ് ഇതാണ്: When I became the owner of a tiny little piece of this wide earth, I felt very happy. It was a 2-acre plot with coconut palms and an old house where we could live. Those were the days where the price of coconuts were going up and I was in high spirits at the thought of the palms laden with coconut. ചോദ്യം, the price of dash was going up. The price of coconuts. How did the author feel? How did the author feel? Elated. Suggest one word of the phrase in high spirit. In high spiritന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നത് joyful ആണ്. അടുത്ത പ്രിപ്പോസിഷൻ ഫിൽ ചെയ്യാനാണ് ഈ 3 ചോദ്യം. നൈന വാസ് അമേസ്ഡ് ഡാഷ് ഹെർ ഓൺ സ്ട്രെങ്ത്. നൈന വാസ് അമേസ്ഡ് അറ്റ്. രജത് റാൻ ഡാഷ് ഇൻ ടു ദ ഗാർഡൻ. റാൻ ഔട്ട് ഇൻ ടു ദ ഗാർഡൻ. An airy sound floated dash the air. In. അടുത്തത് ടെൻസ് ഫോം ആണ്. 2 ചോദ്യങ്ങൾ. If you are a painter, if you are a painter, you may come in. Whenever he found himself alone, he drew cats. അടുത്തത് അണ്ടർലൈൻ വേർഡ്സിന്റെ മീനിങ് എഴുതാനാണ്. I didn't want to eavesdrop. eavesdropന്റെ മീനിങ് എന്ത്? To listen secretly. I could see that he was fidgeting. fidgetingന്റെ മീനിങ് എന്താണ്? ഉത്തരം ബിഹേവിംഗ് നെർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി. മലയാളം ചോദ്യങ്ങൾ. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്? കോഴിക്കോടാണ്. മലനാട് തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ച ഭാഷാ പണ്ഡിതൻ ആരാണ്? ഇളംകുളം കുഞ്ഞൻപിള്ള. വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏത്? ഗീതാവ്. കാഞ്ചനകൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ ലീലാവതി വിശേഷിപ്പിച്ച കവി ആരാണ്? വള്ളത്തോളാണ്. കഞ്ചനേർമിഴി ബഹുബ്രീഹിയുടെ ഏത് വകഭേദത്തിലാണ് ഉൾപ്പെടുന്നത്? ഉപമാഗർഭം.
ഒരു അധ്യാപകൻ 5-10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 5-10 മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയൊരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃക സൂക്ഷ്മ നിലവാര ബോധനം. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏത്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ 50-ാം വർഷം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായവ: യാദൃച്ഛികം ശരിയാണ്, വിമ്മിട്ടം ശരിയാണ്. വാസനാവിറുതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ്? വിദ്യാവിനോദിനിയിലാണ്. പെൺമണി വദനം കേട്ടാൽ വെൺമതി രണ്ടെന്ന് മേവിടുന്ന മനം ഉണ്മ നിനച്ചിതിലെല്ലാം വെൺമതി രണ്ടെന്ന് മേവിടും നമനം അലങ്കാരം ഏത്? യമകമാണ്. യമകം. ഓക്കെ, അപ്പൊ ഇത്രയാണ് UP സ്കൂൾ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ. അപ്പൊ ഇനി LP സ്കൂൾ പരീക്ഷ എഴുതുന്ന ആൾക്കാര് ഈ 100 ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും എന്തായാലും പഠിച്ചിട്ട് പോകണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടുകയും ചെയ്യും, ഒരുപാട് പ്രയോജനപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.